നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിക്ക് നേരെയുണ്ടായ അതിക്രമം. പ്രതിയെ കണ്ടെത്താനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കേന്ദ്ര സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖാർ അഹമ്മദിന് സസ്പെൻഷൻ. യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിന് അറസ്റ്റിലായതോടെയാണ് നടപടി. കാസർഗോഡ് കാറടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണത്തിന് 8-അംഗ സംഘം നേതൃത്വം നൽകും. കാറടുക്ക സഹകരണ സൊസൈറ്റിയിലെ 3 വർഷമായി തുടരുന്ന തട്ടിപ്പ് ഇതുവരെയായി സഹകരണ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാനാകുന്നില്ലെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. CPM നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളിൽ മാത്രമാണ് സമാന തട്ടിപ്പുകൾ നടക്കുന്നതെന്നും PK ഫൈസൽ. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി തയ്യൽ മെഷീൻ വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി 2ാം വാർഷികാഘോഷം. വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിക്ക് നേരെയുണ്ടായ അതിക്രമം. പ്രതിയെ കണ്ടെത്താനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ 3 DYSPമാർക്കാണ് അന്വേഷണ ചുമതല. പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ 5 DYSPമാർക്കാണ് അന്വേഷണ ചുമതല. പെൺകുട്ടിയുടെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയുള്ള ആളാകാം പ്രതിയെന്ന നിഗമനത്തിലാണ് പോലീസ്. മയക്കുമരുന്ന് സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ലഹരി കേസിൽ ഉൾപ്പെട്ട നിരവധി പേരെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്കാണ് പടന്നക്കാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തത്. മുത്തശ്ശനൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെയാണ് അക്രമി തട്ടിക്കൊണ്ടുപോയത്. മുത്തശ്ശൻ പശുവിനെ കറക്കുന്നതിനായി പുറത്തിറങ്ങിയ സമയത്തായിരുന്നു സംഭവം. പെൺകുട്ടി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൊസ്ദുർഗ് പോലീസ് ഇന്നലെ രാത്രി നടത്തിയ വ്യാപക പരിശോധനയിൽ സംശയ സാഹചര്യത്തിൽ കണ്ട 7 പേരെ അറസ്റ്റ് ചെയ്തു. പടന്നക്കാട് മേൽപ്പാലത്തിനടിയിൽ സംശയ സാഹചര്യത്തിൽ കണ്ട യുവാവിനെയും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ട മഞ്ചേശ്വരം സ്വദേശി, അരയി സ്വദേശി എന്നിവരെയും കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംശയ സാഹചര്യത്തിൽ കണ്ട 2 പേരെയും കല്ലൂരാവിയിലും പാട്ടാക്കാലിലും സംശയ സാഹചര്യത്തിൽ കണ്ട 2 പേരെയുമാണ് ഹൊസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖാർ അഹമ്മദിന് സസ്പെൻഷൻ. കണ്ണൂരിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിന് അറസ്റ്റിലായതോടെയാണ് കേന്ദ്ര സർവകലാശാല ഇഫ്തിഖാർ അഹമ്മദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കണ്ണൂരിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് മലപ്പുറം സ്വദേശിനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ പെരിയ കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകൻ ഇഫ്തിഖാർ അഹമ്മദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മെയ് 13-ന് കണ്ണൂരിലെ അമ്യൂസ്മെന്റ് പാർക്കിലെ വേപ്പൂളിൽ വെച്ചാണ് കുടുംബത്തോടൊപ്പം എത്തിയ മലപ്പുറം സ്വദേശിനിയായ 22-കാരി ഡോക്ടർ ഇഫ്തിഖാർ അഹമ്മദിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടത്. കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു ഡോക്ടർ ഇഫ്തിഖാർ അഹമ്മദും. വാട്ടർ തീം പാർക്കിലെ കൃത്രിമ തിരമാലയിൽ കളിക്കുന്നതിനിടെ യുവതിയെ കയറിപ്പിടിച്ചതായാണ് പരാതി. അതിക്രമം നേരിട്ട ഉടനെ വേപ്പൂളിൽ നിന്നും കരയ്ക്ക് കയറിയ യുവതി തളിപ്പറമ്പ് പോലീസിൽ ഫോൺ മുഖേന പരാതി അറിയിച്ചിരുന്നു. പോലീസ് എത്തി യുവതിയുടെ മൊഴിയെടുത്ത ശേഷം ഇഫ്തിഖാറിനെ അറസ്റ്റ് ചെയ്യുകയും തളിപ്പറമ്പ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇപ്പോൾ റിമാൻഡിലാണ് ഈ അധ്യാപകൻ. റിമാൻഡ് റിപ്പോർട്ട് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു തീരുമാനമുണ്ടാകുന്നതുവരെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് താരതമ്യം പഠനം വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇഫ്തിഖാർ. പഴയങ്ങാടി എരിപുരം സ്വദേശിയായ ഡോക്ടർ BA ഇഫ്തിഖാർ അഹമ്മദിനെതിരെ മുൻപും പരാതികളുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥിനിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് ബേക്കൽ പോലീസ് ഇഫ്തിഖാറിനെതിരെ കേസെടുത്തിരുന്നു. സംഭവത്തെ തുടർന്ന് സസ്പെൻഷനിലായ ഇയാളെ അടുത്തിടെയാണ് തിരിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, പെരിയ.
കാസർഗോഡ് കാറടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണത്തിന് 8-അംഗ സംഘം നേതൃത്വം നൽകും. അതേസമയം സൊസൈറ്റി സെക്രട്ടറിയായ പ്രതി രതീശൻ ഗോവയിലേക്ക് കടന്നതായാണ് സൂചന. സംഭവത്തിൽ സഹകരണ വകുപ്പും റിപ്പോർട്ട് തേടി. CPM നിയന്ത്രണത്തിലുള്ള കാറടുക്ക കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പ് കേസ് കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് DYSP ഷിബു പാപ്പച്ചൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ആദൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സഞ്ജയ്, മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ അരുൺ എന്നിവരും ഈ 8-അംഗ അന്വേഷണ സംഘത്തിലുണ്ട്. കർമ്മന്തോടി ബാളക്കണ്ടം സ്വദേശിയും കേസിലെ പ്രതിയുമായ സൊസൈറ്റി സെക്രട്ടറി രതീശൻ ഗോവയിലേക്ക് മുങ്ങിയതായാണ് പോലീസിന് ലഭിച്ച വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിക്കായി അന്വേഷണം. ഇതിനിടെയാണ് ഇയാൾ ഇവിടെ നിന്നും മുങ്ങിയത്. സഹകരണ വകുപ്പും സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ നിയമം വകുപ്പ് 65 പ്രകാരം തട്ടിപ്പിനെ സംബന്ധിച്ച് 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് നിർദ്ദേശം. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ പ്രാഥമികാന്വേഷണത്തിൽ 34ഓളം വ്യാജ സ്വർണ്ണ പണയ ലോണുകൾ നൽകിയതായി കണ്ടെത്തി. ക്യാഷ് ക്രെഡിറ്റിലൂടെ 1.9 കോടി രൂപ പിൻവലിച്ച് കൈക്കലാക്കിയിട്ടുണ്ട്. 4.75 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. സെക്രട്ടറി മാത്രമാണ് ഉത്തരവാദി എന്നാണ് നിഗമനം. ആവശ്യമെങ്കിൽ മറ്റ് ബാങ്കിൻ്റെ മറ്റ് ശാഖകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുവാനാണ് സഹകരണ വകുപ്പിൻ്റെ തീരുമാനം. അതേസമയം പ്രതി രതീശൻ തട്ടിയെടുത്ത 4.76 കോടി രൂപയിൽ നിന്നും 1 കോടിയോളം രൂപ ബംഗളൂരുവിലേക്ക് കടത്തിയതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. 60 ലക്ഷം, 40 ലക്ഷം എന്നിങ്ങനെ 2 തവണയായാണ് പണം അയച്ചത്. സത്താർ എന്ന് പേരുള്ള ഒരാൾക്കാണ് പണം ലഭിച്ചത്. ഇയാൾ ആരാണെന്നോ രതീശനുമായി എന്ത് ബന്ധമാണ് ഇയാൾക്കുള്ളതെന്നോ വ്യക്തമല്ല. ഇയാളെ തിരിച്ചറിയുവാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. രതീശന് ബംഗളൂരുവിൽ 2 ഫ്ളാറ്റുകളുള്ളതായി സൂചനയുണ്ട്. ഇതേക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സർവീസിൽ പ്രവേശിച്ച ആദ്യ വനിതാ ഫയർ ഓഫീസർ കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിക്ക് രക്ഷകയായി. കാസർഗോഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സംഘത്തിലെ വനിതാ ഫയർ റെസ്ക്യൂ ഓഫീസർ അരുണ P. നായരാണ് ഉദുമ മാങ്ങാട്ടെ വീട്ടുമുറ്റത്തെ കിണറ്റിലിറങ്ങി അതിസാഹസികമായി ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ച് കരുത്ത് തെളിയിച്ച് കാസർഗോഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സംഘത്തിലെ വനിതാ ഫയർ ഓഫീസർ അരുണ P. നായർ ഉദുമ മാങ്ങാട്ടെ മുഹമ്മദലിക്കുഞ്ഞിൻ്റെ പറമ്പിലെ ആൾമറയുള്ള കിണറ്റിൽ അബദ്ധത്തിൽ വീണ ആട്ടിൻകുട്ടിയെയാണ് അരുണ രക്ഷിച്ചത്. 50 അടി ആഴവും 3 അടി വെള്ളവുമുള്ള കിണറ്റിലിറങ്ങി അതിസാഹസികമായാണ് അരുണ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തി കിണറ്റിന് പുറത്തെത്തിച്ചത്. തിരുവനന്തപുരം വിളപ്പിൻശാല സ്വദേശിനിയായ അരുണ അഗ്നിരക്ഷാസേനയിൽ ചേർന്നതിന് ശേഷമുള്ള കിണറ്റിലിറങ്ങിയുള്ള ആദ്യ രക്ഷാദൗത്യമായിരുന്നു ഇത്. കാസർഗോഡ് ജില്ലക്കാരായ 3 വനിതകളും ഫയർ റെസ്ക്യൂ ഓഫീസർമാരായി കാസർഗോഡ് സ്റ്റേഷനിലുണ്ട്. 4 പേരും ഇവിടെ ട്രെയിനിയാണ്. തലേന്ന് കാസർഗോഡ് ഫയർ റെസ്ക്യൂ സ്റ്റേഷന് സമീപത്തെ 80 അടി താഴ്ചയും വെള്ളവുമുള്ള കിണറ്റിൽ അരുണ P. നായരും പരിശീലനത്തിലുള്ള മറ്റു 3 വനിതാ ഫയർ റെസ്ക്യൂ ഓഫീസറും റോപ്പ് ലാഡറിലിറങ്ങി പരിശീലനം നടത്തിയിരുന്നു. തൃശ്ശൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമിയിൽ ഫാബ്രിക്കേറ്റഡ് കിണറ്റിലിറങ്ങിയും അരുണ പരിശീലനം നേടിയിരുന്നു. അവിടെ നിന്നും 6 മാസ പരിശീലനത്തിന് ശേഷമാണ് കാസർഗോഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ജില്ലാ സ്റ്റേഷനിൽ മാർച്ച് 24-ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയായി അരുണ ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ 3 വർഷമായി തുടരുന്ന തട്ടിപ്പ് ഇതുവരെയായി സഹകരണ വകുപ്പ് അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കുവാനാകുന്നില്ലെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. CPM നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളിൽ മാത്രമാണ് സമാനമായ തട്ടിപ്പുകൾ നടക്കുന്നതെന്നും PK ഫൈസൽ ആരോപിച്ചു. ഇപ്പോൾ കാറടുക്ക അഗ്രികൾച്ചർ വെൽഫെയർ സൊസൈറ്റിയിൽ നടന്ന തട്ടിപ്പിൽ നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ചാൽ അത് CPM പാർട്ടിയുടെ അറിവോടെയും അതോടൊപ്പം സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ പൂർണ്ണ ഒത്താശയോടുകൂടിയും അതുപോലെ ആ സൊസൈറ്റി ഭരണസമിതിയുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി അറിവോടും കൂടി നടന്ന ഒരു തട്ടിപ്പാണ് കാറടുക്ക അഗ്രികൾച്ചർ വെൽഫെയർ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിൽ ഒട്ടനവധി തെളിവുകളുണ്ട്. നിങ്ങൾക്കറിയാം, 2 വർഷം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുകളെല്ലാം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്ക് അറിയാം.
കഴിഞ്ഞ ജനുവരി മുതൽ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാർക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. പക്ഷേ CPMൻ്റെ ഇടപെടൽ മൂലം സഹകരണ വകുപ്പിലെ ജീവനക്കാർ ഇത് പൂർണ്ണമായി, അതായത് JR ആയാലും AR ആയാലും അതിന് താഴെയുള്ള ഇൻസ്പെക്ടർമാരായാലും എല്ലാവരും ഈ തട്ടിപ്പിനെ മൂടി വെക്കുന്ന അല്ലെങ്കിൽ ഈ തട്ടിപ്പിനെ സംരക്ഷിക്കുന്ന ഒരു പിന്തുണയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കൃത്യമായി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇവിടെ വ്യാജ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സ്വർണം തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെക്കുറിച്ചും കേരള ബാങ്കിൽ നിന്ന് ലഭിച്ച 1,90,00,000 രൂപ ക്രെഡിറ്റ് ലഭിച്ചതിനെക്കുറിച്ചും അത് തട്ടിക്കൊണ്ടതിനെക്കുറിച്ചെല്ലാം സഹകരണ വകുപ്പിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ CPM ജില്ലാ നേതൃത്വത്തിനും ഈ സൊസൈറ്റി പ്രസിഡൻറ്റിനുൾപ്പെടെ ഭരണസമിതിക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഈ തട്ടിപ്പിനെ പൂർണ്ണമായി കൂട്ടുനിൽക്കുന്ന സമീപനവുമായാണ് ജില്ലയിലെ CPM നേതൃത്വവും അതോടൊപ്പം തന്നെ ഈ ഭരണസമിതി പ്രസിഡൻ്റ് ഉൾപ്പെടെ ഡയറക്ടർമാർ ഉൾപ്പെടെ എല്ലാവരും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ ഒരു സെക്രട്ടറി മാത്രമാണ് പ്രതി എന്ന് പറയുന്നു, സെക്രട്ടറി ഒളിവിൽ പോയി എന്ന് പറയുന്നു. അതല്ല, ഇതിൽ കൃത്യമായി വലിയൊരു കണ്ണികൾ, വൻ ബ്രാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്. സെക്രട്ടറി മാത്രമല്ല പ്രതി, ഇതിലെ സൊസൈറ്റി പ്രസിഡൻറ്റ് CPMൻ്റെ ലോക്കൽ സെക്രട്ടറി കൂടിയായ സൂഫി ഇതിൽ പ്രതിയാണ്, ഡയറക്ടർമാർ പ്രതിയാണ്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന, ഈ തട്ടിപ്പ് ജനുവരി മാസം മുതൽ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരെ, ഇതിൻ്റെ പരിശോധനക്കെത്തിയ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇവരെയെല്ലാം ഇതിൽ പ്രതിയാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യൽ മെഷീൻ വിതരണവും ആദരിക്കൽ ചടങ്ങും കുമ്പള വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യൽ മെഷീൻ വിതരണവും ആദരിക്കൽ ചടങ്ങും വ്യാഴാഴ്ച കുമ്പളയിൽ നടന്നു. കുമ്പള വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി AK അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട 5 തയ്യൽ തൊഴിലാളികൾക്കുള്ള തയ്യൽ മെഷീൻ വിതരണം AK അഷ്റഫ് MLA നിർവഹിച്ചു. ജാതി മതം രാഷ്ട്രീയം ഭേദമില്ലാതെ ഒരൊറ്റൊരു സംഘടനയാണ് കേരള KSTA. നമ്മൾ 2 വർഷം മുമ്പ് നമ്മളെ താലൂക്ക് കൺവെൻഷനിൽ MLAനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളെ പാവപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് MLAയോട് ഒരു 10 മിഷൻ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് MLA അന്ന് തന്നെ അപ്പം തന്നെ പറഞ്ഞ് അത് ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ MLA ഈ പ്രാവശ്യം 5 മിഷന് നമുക്ക് അനുകൂലിച്ചിട്ടുണ്ട്. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാമൻ പൊയ്യക്കണ്ടം അധ്യക്ഷത വഹിച്ചു. KSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് രാമൻ ചെന്നിക്കര ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് KSTA സംസ്ഥാന സെക്രട്ടറി മോഹൻദാസ് കുമ്പളയെ ആദരിച്ചു. KSTA ജില്ലാ പ്രസിഡന്റ് സുരേഷ് C, ജില്ലാ ജനറൽ സെക്രട്ടറി PU ശങ്കരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. യശോദ K, രുക്മിണി, ബാലകൃഷ്ണ ഷെട്ടി കരിപ്പാർ, ശങ്കരൻ അണങ്കൂർ, ദയാനന്ദ M എന്നിവർ സംസാരിച്ചു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. ഉദുമ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 തത്തുല്യം മാർക്ക് അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷം ദൈർഘ്യമുള്ള തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായി ഉദുമ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. +2 തത്തുല്യം മാർക്ക് അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം. വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന തീയതി മെയ് 31 വൈകിട്ട് 5 മണിയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ജോലി സാധ്യതയുള്ള വിനോദസഞ്ചാര മേഖലയിലെ വിവിധ കോഴ്സുകൾ 100% പ്ലേസ്മെന്റോടുകൂടി പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് പഠിപ്പിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദുമയിൽ നടത്തപ്പെടുന്നത് 4 കോഴ്സുകളാണ്. ഒന്ന് ഫുഡ് പ്രൊഡക്ഷൻ അഥവാ കുക്കറി എന്ന് പറയുന്ന പ്രോഗ്രാമും, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്ന് പറയുന്ന പ്രോഗ്രാമും, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനുമാണ് ഈ കോഴ്സുകൾ. ഇതെല്ലാം ഹോട്ടൽ മാനേജ്മെൻറ്റ് വിഭാഗത്തിലെ ഓരോ സബ്സിഡറി സബ്ജക്റ്റുകളാണ്. ഓരോ സബ്ജക്റ്റുകളിലും
നമ്മുടെ പിള്ളേരെ നിപുണരാക്കി ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കർത്തവ്യം. ഉദാഹരണത്തിന് നമ്മൾ 3 ഇയർ പഠിച്ചാലും 4 ഇയർ പഠിച്ചാലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസേഷന് വേണ്ടി ഇവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്, ഇവരെ നിപുണരാക്കുകയാണ്. ഉദുമ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഇൻചാർജ് ഹരിപ്രസാദ്, അധ്യാപിക ജയശ്രീ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രക്തദാന ക്യാമ്പ് ഉദ്ഘാടകനായെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ രക്തം ദാനം ചെയ്താണ് മടങ്ങിയത്. കാസർഗോഡ് ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തം നൽകുന്നതിനായി പടന്ന കാലിക്കടവ് ഹമീദിയ മദ്രസ ഹാളിൽ നടന്ന രക്തദാന ക്യാമ്പിലാണ് ചന്ദേര SI N വിപിൻ A പോസിറ്റീവ് രക്തം ദാനം ചെയ്തത്. തണൽ ബ്ലഡ് ഡൊണേഴ്സ്, പടന്ന ഊരിമുക്ക്, ബിലാൽ ബോയ്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രി രക്തബാങ്കിന്റെ സഹകരണത്തോടെ പടന്ന കാലിക്കടവ് ഹമീദിയ മദ്രസ ഹാളിൽ നടന്ന രക്തദാന ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത 75 പേരിൽ 49 പേർ രക്തദാനം ചെയ്തു. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തേണ്ടിയിരുന്ന ചന്ദേര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ GP മനുരാജ് ഔദ്യോഗിക അത്യാവശ്യത്തിനായി പോകേണ്ടതിനാൽ ചന്ദേര SI വിപിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ ഉദ്ഘാടകനായ പ്രിൻസിപ്പൽ SIയോട് സംഘാടകർ രക്തദാനം നടത്താമോ എന്ന് ചോദിച്ചു. ഉടൻ മറുപടി വന്നു, കഴിഞ്ഞ വർഷം കൊടുത്തതേയുള്ളൂ. രക്തദാനം മഹാദാനമായതിനാൽ ഞാൻ തയ്യാറെന്ന് അറിയിക്കുകയായിരുന്നു. ചെറുവത്തൂരിൽ അരമണിക്കൂർ കൊണ്ടെത്തണമെന്ന അഭ്യർത്ഥന പാലിക്കാൻ സംഘാടകരും ശ്രദ്ധിച്ചു. A പോസിറ്റീവ് ഗ്രൂപ്പ് രക്തം നൽകി ക്യാമ്പിൽ പങ്കെടുത്ത ചിലർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തിയാണ് SI മടങ്ങിയത്. രക്തത്തിൻ്റെ ആവശ്യം അത്യാവശ്യമായി വരും. അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് രക്തം ആവശ്യമായി വരും. ഇതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു ഉദ്യമത്തിന് തയ്യാറായ ബിലാൽ ആർട്സ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളെയും അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് M അൻവർ അധ്യക്ഷത വഹിച്ചു. പടന്ന പഞ്ചായത്ത് അംഗം UK മുസ്താഖ്, OT അബ്ദുൽ ജലീൽ, സമ്പത്ത് പേക്കടം, ഡോക്ടർ OT നബീൽ, T നസീർ, TK സുബൈദ, MC ഹാഷിം, VK റിയാസ്, റഷീദ ജിലീൽ, AM താഹിറ, V ഫർഹാന, PK സുബൈദ എന്നിവർ സംസാരിച്ചു. ഉറുമിസ് റിപ്പോർട്ട്, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാലാവസ്ഥാ വ്യതിയാനവും വേനൽ മഴയില്ലാത്തതും നെൽകൃഷി ചെയ്യുന്നതിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുന്നു. മേടമാസം കഴിഞ്ഞ് ഇടവം പിറന്നിട്ടും നെൽകൃഷി ഇറക്കാതെ പാടശേഖരങ്ങൾ തരിച്ചിട്ടിരിക്കുകയാണ്. മേടം 1 ശേഷം വിത്തിറക്കുന്ന രീതി ഇത്തവണ പല വയലുകളിലും നടന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം വേനൽ മഴ ചതിച്ചതും നെൽകൃഷിക്ക് തിരിച്ചടിയായി. മഴയില്ലാത്തത് മണ്ണിനെ പരുവപ്പെടുത്തുന്നതിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിച്ചു. ഇത് കൃഷി ഇറക്കാൻ തയ്യാറായവർക്കും ഗുണം ചെയ്തില്ല. ഒരുമിച്ച് നെൽകൃഷി ഇറക്കുമ്പോൾ ചെലവുകളും കുറയുമായിരുന്നു. ഇതിനൊപ്പം തൊഴിലാളികളുടെ ക്ഷാമവും കൂടിയായതോടെ പല പാടശേഖരങ്ങളിലും നെൽകൃഷി ഇറക്കാതായി. കൃഷി ഇറക്കുന്നവരിൽ ഭൂരിഭാഗവും മുണ്ടകൻ കൃഷിക്ക് താൽപ്പര്യം കാട്ടുകയും ചെയ്യുകയാണ്. 6 മാസം കൊണ്ട് ഒരു വിള മാത്രം എടുക്കുന്ന രീതിയിലേക്ക് കർഷകർ മാറുകയാണെന്ന് എടാട്ടുമ്മലിലെ കർഷകൻ KV മുകുന്ദൻ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലവും അതായത് കർഷക തൊഴിലാളികളെ കൃത്യസമയത്ത് കിട്ടാത്ത പ്രശ്നം എല്ലാം കൊണ്ട് തന്നെ 1-ാം വിള കൃഷിക്കാർ ചെയ്യാതെ നിൽക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ തുടങ്ങേണ്ട കൃഷി ഇതുവരെ ആരും ചെയ്തിട്ട് അത്യാവശ്യം മുണ്ടോൻ കൃഷികൾ ഇങ്ങനെ വാടിയിട്ടുണ്ട്. കൂടാതെ പറഞ്ഞാൽ കൃഷിക്കാർ എല്ലാവരും മുഴുവൻ വയലുകളും കൃഷി ചെയ്യാത്തതുകൊണ്ട് ചെയ്യുന്ന കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ട്, കൃഷി നല്ല രീതിയിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, രോഗം കൂടുതലാവും, മറ്റ് ശല്യങ്ങളെല്ലാം കൃഷിയുടെ മേലെ വരും. അതുകൊണ്ട് ആദ്യം വയലുകൾ വെറുതെ ഇടുന്നത് ഒഴിവാക്കിയാണ് വേണ്ടത് കർഷകർ. എന്നാൽ എല്ലാവരും ഇപ്പം ബേക്കറോട്ട് പോവുകയായിരുന്നു. കൂലിച്ചെലവ് കൊണ്ട് പറഞ്ഞാൽ കണക്ക് കൂട്ടിയിട്ട് എന്തായാലും മുതലാവുന്നില്ല. നെല്ലിനും പുല്ലിനും ശരിക്ക് നല്ല വില കിട്ടുന്നില്ല. അപ്പോൾ പറഞ്ഞാൽ കർഷകർക്ക് വമ്പിച്ച നഷ്ടമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് ഈ നെൽകൃഷിയിൽ നിന്ന് പൊതുവെ ഇങ്ങനെ വലിഞ്ഞ് ബേക്കറോട്ട് പോകുന്നത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി 2ാം വാർഷികാഘോഷ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി. ദേശീയ അത്ലറ്റിക്സ് താരം KM ജ്യോതിർമയി ഉദ്ഘാടനം ചെയ്തു.
14 വയസ്സ് മുതൽ 16 വയസ്സ് വരെയും 12 മുതൽ 14 വയസ്സ് വരെയും 12 വയസ്സിൽ താഴെയുള്ളവരുടെയും 3 വിഭാഗങ്ങളിലാണ് ടൂർണമെൻറ്റ് നടന്നു വരുന്നത്. മെയ് 19 വരെ തൈക്കിയിൽ EA അരീന ടർഫിലും തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലുമായാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. പ്രൈസ് മണിക്കും ട്രോഫികൾക്കുമായി 16 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ മേള തൈക്കിയിൽ EA അരീന ടർഫിൽ ദേശീയ ലോങ് ജമ്പ് താരം KM ജ്യോതിർമയി ഉദ്ഘാടനം ചെയ്തു. M പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ ഫെഡറേഷൻ B ലൈസൻസ് നേടിയ ശസിൻ ചന്ദ്രനെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, പഞ്ചായത്ത് അംഗം E ശശിധരൻ, M രാജേഷ്, ഡോക്ടർ TC ജീന, MV അശോകൻ എന്നിവർ സംസാരിച്ചു. ഡ്രീംസ് അക്കാദമി ടീം ജേഴ്സി പ്രകാശനം ഡോക്ടർ TC ജീന നിർവഹിച്ചു. വനിതകൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ നടന്നു. ജോയിന്റ് കൗൺസിൽ ചെയർമാൻ ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ തുടർച്ചയായി നിലനിൽക്കുന്ന നിബന്ധനകൾ പലതും കാലഹരണപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കേണ്ടത് സിവിൽ സർവീസിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ജോയിന്റ് കൗൺസിൽ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയർമാൻ ഷാനവാസ് ഖാൻ പറഞ്ഞു. ജനങ്ങൾക്ക് സമയബന്ധിതമായി സേവനവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന രീതിയിൽ സിവിൽ സർവീസ് മാറണം. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും അഴിമതിയും അവസാനിപ്പിച്ച് ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്ന സംഘടനാ പ്രവർത്തകർക്കെതിരായ പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് ചെയർമാൻ നരേഷ് കുന്നിയൂർ, സെക്രട്ടേറിയറ്റ് അംഗം MM നജീം, സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ, ജില്ലാ പ്രസിഡന്റ് E മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി CK ബിജുരാജ്, ജില്ലാ ട്രഷറർ രാജൻ P, രതീഷ്, വിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പാണത്തൂർ PWD റോഡ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി കൈത്തോട് നികത്തി വീട്ടിലേക്ക് നടപ്പാത നിർമ്മിച്ചതായി പരാതി. ബാപ്പുങ്കയം സ്വദേശിയായ K ജോസഫാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പനത്തടി ഗ്രാമപഞ്ചായത്തിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ PWD റോഡ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി കൈത്തോട് നികത്തി വീട്ടിലേക്ക് നടപ്പാത നിർമ്മിച്ചതായി പരാതി. ബാപ്പുങ്കയം സ്വദേശിയായ K ജോസഫാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഇത് മഴക്കാലത്ത് വെള്ളം ഒഴുകി 2-3 സ്ഥലത്തായിട്ട് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വെള്ളം ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ റോട്ടിലെ ഒറ്റ വെള്ളം മറിഞ്ഞിട്ട് എൻ്റെ ഈ വീട്ടിൻ്റെ ഇങ്ങോട്ടും ഈ മതിലൊക്കെ പൊളിഞ്ഞിട്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ കൊല്ലം മതിലൊക്കെ പൊളിഞ്ഞു പോയതാണ്. അപ്പോൾ അത് ബ്ലോക്കാവാതിരിക്കാനുള്ള വഴിയാണ് കാണേണ്ടത്. ഇത് ലോക്കൽ ഫണ്ട് കയ്യേറിയിട്ടാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുക. മതിൽ കെട്ടിയതും സ്ലാബ് വാർത്തതും മണ്ണിട്ടതും എല്ലാം ഒരു സുരക്ഷയില്ലാതാണ് ഇപ്പോൾ ആ പണിയെല്ലാം എടുത്തിരിക്കുന്നത്. അതെന്തെങ്കിലും അധികൃതരായ നടപടി സ്വീകരിക്കണം. ഞാൻ പരാതി PWD കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടില്ല, വന്നിട്ടില്ല. ഇവർ തുടങ്ങിയിട്ട് ഒരു മാസത്തിൻ്റെ അടുത്താവാനായി. ഇല്ല, വില്ലേജിൽ പറഞ്ഞിട്ടില്ല. തോട് നികത്തിയത് മൂലം വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാഹചര്യമേറെയാണെന്നും വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനടയാത്രക്കാർക്ക് ഇതേറെ പ്രയാസമുണ്ടാക്കുന്നുവെന്നും K ജോസഫ് പറഞ്ഞു. ഇതുകൂടാതെ മഴവെള്ളം ഒഴുകി ജോസഫിന്റെ വീട്ടുമുറ്റത്തേക്ക് ഒലിച്ചിറങ്ങും. PWD ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതല്ലാതെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും K ജോസഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഷൈഖുന പൂക്കളം അബ്ദുള്ള മുസ്ലിയാരുടെയും സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കർണാടക കുടക് നാപ്പോക്കിൽ ബുഖാറ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിക്കും. പ്രചരണ സമ്മേളനം കാഞ്ഞങ്ങാട് ആറങ്ങാടിയിൽ നടന്നു. ഉറവ വറ്റാത്ത സ്നേഹവും നിലയ്ക്കാത്ത ശാന്തിമന്ത്രവും തെറ്റാത്ത നീതിശാസ്ത്രവുമായിരുന്നു ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഷൈഖുന പൂക്കളം അബ്ദുള്ള മുസ്ലിയാരുടെയും മുഖമുദ്രയെന്ന് സയ്യിദ് മഹ്മൂദ് സഫ്വാൻ തങ്ങൾ ഏഴിമല അഭിപ്രായപ്പെട്ടു. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഷൈഖുന പൂക്കളം അബ്ദുള്ള മുസ്ലിയാരുടെയും സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടക് നാപ്പോക്കിൽ പ്രവർത്തനമാരംഭിക്കുന്ന ബുഖാറ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രചരണ സമ്മേളനം ആറങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും കുടക് ജില്ലാ നായിബ് ഗാളിയുമായ MM അബ്ദുള്ള ഫൈസി ചടങ്ങിൽ അധ്യക്ഷനായി. കീച്ചേരി അബ്ദുൾ ഗഫൂർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. SYS കുടക് ജില്ലാ ജനറൽ സെക്രട്ടറി MY അഷ്റഫ് ഫൈസി വിഷയം അവതരിപ്പിച്ചു. ബുഖാറ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്രോഷർ പ്രകാശനം ഗൾഫ് വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ KH ഷംസുദ്ദീൻ കല്ലൂരാവി, എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഹാഷിം ആറങ്ങാടിക്ക് നൽകി നിർവഹിച്ചു.
സുറൂർ മൊയ്തു ഹാജി, KB കുട്ടി ഹാജി, K മുഹമ്മദ് കുഞ്ഞി, CK റഹ്മത്തുള്ള, MK റഷീദ്, T അബ്ദുൾ അസീസ്, T അബൂബക്കർ ഹാജി, EK അബ്ദുൾ റഹ്മാൻ, MK അഷ്റഫ്, മുത്തലീബ് കൂളിയങ്കാൽ, അബ്ദുൾ ഹമീദ് ഹാജി ബെട്ടങ്കേരി, മാഹിൻ ഹാജി എരുമാട് എന്നിവർ സംസാരിച്ചു. ബഷീർ ആറങ്ങാടി സ്വാഗതവും CK നാസർ കൂളിയങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് നവീകരണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന ആവശ്യമുന്നയിച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ധർണാ സമരം നടത്തി. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് റസാഖ് തൈലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക, അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പാർട്ടി സമ്മേളന വേദി മാത്രമാക്കി മാറ്റാതെ പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ധർണാ സമരം നടത്തി. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് റസാഖ് തായലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് അഭിമാനമായി പ്രഖ്യാപിച്ച കാഞ്ഞങ്ങാട് ഷീ ലോഡ്ജ് ഇന്നും അവിടെയുള്ള ഫർണിച്ചറുകളൊക്കെ ദ്രവിച്ച് ഉപയോഗശൂന്യമായ സ്ഥിതിയിലാണ് ഇന്ന് നിലവിലുള്ളത്. കാഞ്ഞങ്ങാട് നമുക്കറിയാം, ഒരു അഭിമാനത്തോടെ രമേശൻ എല്ലാ സ്ഥലത്തും എടുത്തു പറഞ്ഞ മത്സ്യ മാർക്കറ്റ് സ്ഥിതി. ഒരു മഴ വന്നാൽ മത്സ്യ മാർക്കറ്റായി നടന്നു പോകാൻ പോലും സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പുതിയ നഗരസഭ ഭരിക്കുന്ന ഭരണകക്ഷികൾക്ക് തയ്യാറായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതോ അതിന് പല കാരണങ്ങൾ അവർ പറയുന്നത്. ഇപ്പോൾ പറയുന്നത് പെരുമാറ്റച്ചട്ടമാണ്. പെരുമാറ്റച്ചട്ടം ജൂൺ 5-ാം തീയതി വരെ ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിന് മുമ്പൊക്കെ കേരളത്തിലൊക്കെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞു. പ്രസിഡന്റ് സലാം ബീന പീസ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് ബദരിയ നഗർ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി KK ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആവിയിൽ, മണ്ഡലം പ്രസിഡന്റ് നദീർ കൊത്തിക്കാൽ, ജനറൽ സെക്രട്ടറി റമീസ് ആറങ്ങാടി, ഇർഷാദ് ആവിയിൽ, സാദിഖ് പടിഞ്ഞാർ, അലി കുശാൽ നഗർ, റംഷീദ് തോയമ്മൽ, ഇക്ബാൽ വെള്ളിക്കോത്ത്, ഇബ്രാഹിം പള്ളിക്കര, അജൽ ബദ്രിയ നഗർ, കമാൽ മുക്കൂട്, യൂനുസ് വടകരമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ ട്രഷറർ സിദ്ദിഖ് ഞാണിക്കടവ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിക്ക് നേരെയുണ്ടായ അതിക്രമം. പ്രതിയെ കണ്ടെത്താനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കേന്ദ്ര സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖാർ അഹമ്മദിന് സസ്പെൻഷൻ. യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിന് അറസ്റ്റിലായതോടെയാണ് നടപടി. കാസർഗോഡ് കാറടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണത്തിന് 8-അംഗ സംഘം നേതൃത്വം നൽകും. കാറടുക്ക സഹകരണ സൊസൈറ്റിയിലെ 3 വർഷമായി തുടരുന്ന തട്ടിപ്പ് ഇതുവരെയായി സഹകരണ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാനാകുന്നില്ലെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. CPM നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളിൽ മാത്രമാണ് സമാന തട്ടിപ്പുകൾ നടക്കുന്നതെന്നും PK ഫൈസൽ. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി തയ്യൽ മെഷീൻ വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി 2ാം വാർഷികാഘോഷം. വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.